രൗദ്രതാണ്ഡവം. രചനാ അവതരണം നന്ദു കൃഷ്ണ. എത്രയൊക്കെ ഓടിപ്പിടിച്ചെത്താൻ നോക്കിയിട്ടും വീട്ടിലെത്തിയപ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. വൈകുന്നേരമായപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയതാണ്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയതും ഓഫീസിൽ അർജന്റായി വന്ന ഒന്ന് രണ്ട് വർക്കുകൾ. ഒന്നും വേണ്ടെന്ന് വെച്ച് വരാമെന്ന് നിയമിച്ചപ്പോൾ ഡയറക്ടറുടെ നേരിട്ടുള്ള വിളി. അച്ഛനെ എതിർത്തു പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് മാത്രം നേരെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. അവിടുത്തെ കോലാഹലങ്ങളൊക്കെ ഒന്ന് കഴിച്ചു തീർത്തു വന്നപ്പോഴേക്കും ഈ നേരമായി. വംശി കയ്യിൽ കിടന്ന വാച്ചിലേക്ക് നോക്കിയപ്പോൾ മണി 12 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വീട്ടിലെല്ലാരും കിടന്നിട്ടുണ്ടാവും. താൻ വന്നത് അവൾ അറിയാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ഉണർന്നിരിക്കുന്നുണ്ടാകും എന്നൊരു തോന്നല് പോലും വേണ്ട. കിടക്കുന്നിടത്ത് എന്ന് അവളെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ കല്യാണിയമ്മയ്ക്ക് ഒപ്പമാകും പെണ്ണ് കിടന്നിട്ടുണ്ടാവുക. ഓരോന്നൊക്കെ അങ്ങനെ ഓർക്കെ ഓർക്കെ വംശിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. വീട്ടിനുള്ളിലേക്ക് വണ്ടി കയറ്റിയപ്പോൾ തന്നെ തോന്നി എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടാകുമെന്ന്. അകത്ത് ലൈറ്റും കാര്യങ്ങളുമൊന്നും കാണുന്നില്ല. ഒരു നെടുവീർപ്പോടെ കയ്യിലെ ചാവിയുമായവൻ വീടിനകത്തേക്ക് നടന്നു. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറും വഴി ഇടതുവശത്ത് നിന്ന് മെല്ലെ ഡോർ ഒന്ന് തുറന്നു നോക്കി. ഇരുട്ടിലെ നിഴൽ രൂപത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടവൻ വല്ലാത്തൊരു ദേഷ്യത്തോടെയാണ് സ്റ്റെപ്പ് കയറിയത്. റൂമിലേക്ക് കയറി കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് തന്നെ ഇട്ടു. ബ്ലേസർ സൈഡിലോട്ട് വലിച്ചെറിഞ്ഞു ലൈറ്റിട്ടു. ആകെ മുഷിഞ്ഞതുകൊണ്ട് തന്നെ കുളിക്കാതെ വയ്യ എന്ന പോലെ അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി. ഉള്ളിലുള്ള ദേഷ്യം ഒന്ന് തണുക്കും വരെ ഷവറിന് കീഴിലാണ് നിന്നത്. അവസാനം എന്ത് പ്രശ്നം വന്നാലും താഴെ ചെന്നവളെ കണ്ടേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ പുറത്തേക്കിറങ്ങിയതും വംശി മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി. തന്റെ കട്ടിലിന്റെ അങ്ങേയറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നവൾ. പാതി തോർത്ത ടർക്കി അവന്റെ കയ്യിൽ നിന്നും താഴെ വീണു. ഒറ്റ കുതിപ്പിന് അവൻ അവൾക്കരികിലേക്ക് എത്തി. സ്വപ്നമല്ല, അവൾ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പിന്നെയും നേരമെടുത്തു. ആളിക്കത്തിക്കൊണ്ടിരുന്ന തീച്ചൂളയെ ആകെ കെടുത്തും പോലെ പെയ്ത പെരുമഴയായി ഒരുവൾ മുന്നിൽ. സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. താനെന്ന് ഫ്ലാറ്റിൽ ഊരിയിട്ടുപോയ ടീഷർട്ട് ഇട്ട് തന്റെ ഫോട്ടോ നെഞ്ചിൽ അടക്കി പിടിച്ച് കിടക്കുന്നവൾ. അവളുടെ കയ്യിൽ പിടിച്ചു പൊക്കി ശ്വാസം മുട്ടും പോലെ അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഭയപ്പാടോടെ കണ്ണു തുറന്നവൾക്ക് കുറച്ചു നേരം വേണ്ടി വന്നു ചുറ്റും നടക്കുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നെ. കാണാൻ കൊതിച്ചവന്റെ നിശ്വാസം കവിളിൽ തട്ടിയതും അവളും അവനെ അതേ ആഴത്തിൽ അമർത്തി തന്നിലേക്ക് കെട്ടിപ്പിടിച്ചു നിന്നു. ഏങ്ങി ഏങ്ങി കരഞ്ഞ് നേർത്ത തേങ്ങലുകളാകും വരെ അവൻ ആ പിടുത്തം അവളിൽ നിന്നും അയച്ചില്ല. അവസാനം അത് നേർത്ത ഞരക്കങ്ങളായതും അവൻ പെണ്ണിനെ മെല്ലെ തന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയെങ്കിലും അവൾ അവനെ അതേ ആർത്തിയോടെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖമിട്ടുരസി. ധാത്രി, ധാത്രി കുട്ടി. ആ ചെവിത്തുമ്പിൽ മെല്ലെ കടിച്ചവനൊന്ന് ചിരിച്ചെങ്കിലും അവന്റെ കണ്ണും ആ നിമിഷം നിറഞ്ഞൊഴുകിയിരുന്നു. വിടില്ല, എന്നെ വിട്ടിട്ട് പോകും. അവളുടെ പിടുത്തം കൂടുതൽ മുറുകിയതല്ലാതെ അല്പം പോലും അയഞ്ഞില്ല. എങ്ങും പോകില്ല പെണ്ണെ, അല്ലെങ്കിൽ തന്നെ നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാടി? അവളെ എടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ പെണ്ണിന്റെ ചുണ്ടൊന്ന് കൂർത്തു. കണ്ണ് നിറഞ്ഞൊഴുകി. ഒപ്പം പരിഭവം കൊണ്ടവളുടെ മുഖവും ചുവന്നു. ഇങ്ങനൊന്നും നോക്കല്ലേടി പെണ്ണെ, പിടിവിട്ടു പോകും. ഒന്നാമതേ പലതും കൊതിയായിരിക്കുക. ഇത്തിരി കളിയാക്കലോടെ അവന്റെ കവളിൽ അമർത്തി ചുംബിക്കുമ്പോൾ പെണ്ണവനെ തള്ളി നീക്കി എഴുന്നേൽക്കാനുള്ള ശ്രമമായിരുന്നു. വേണ്ട, ഞാൻ പോകുക. ആഹാ, അത് കൊള്ളാലോ. ഇത്രയും നേരം എനിക്കൊന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ കെട്ടിപ്പിടിച്ചിരുന്നവൾക്ക് ഇപ്പൊ പോണമെന്നോ? എങ്ങോട്ടാ? അവളെ പിന്നെയും നെഞ്ചിലേക്ക് അടക്കി പിടിക്കുമ്പോൾ കരയിൽ പിടിച്ചിട്ട മത്സ്യം തിരികെ കടലിലേക്ക് പോയ പ്രതീതിയായിരുന്നു അവന്. വേണ്ട, മിണ്ടണ്ട. എന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നെ വേണ്ടാന്ന് വെച്ചത്. ഈ ദിവസം വരെ ഞാൻ കാല് പിടിച്ചിട്ടും എന്നോടൊന്ന് മിണ്ടാൻ പോലും തോന്നിയില്ലല്ലോ. അതിന് മറുപടി പറയാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ബന്ധിക്കുകയാണ് ചെയ്തത്. അതുവരെ ഉള്ളിലടക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും പ്രണയവും എല്ലാം
അവന്റെ ആ ചുംബനത്തിലൂടെ അവളിലേക്ക് ഒഴുകി തുടങ്ങിയതും പെണ്ണ് തളർന്നു. നിന്നോട് നിന്നോട് മിണ്ടാതിരുന്നതല്ല. ഒന്ന് മിണ്ടിയാൽ സകലതും ഉപേക്ഷിച്ച് നിന്റെ ഈ നെഞ്ചിലേക്ക് വന്ന് കൂടുകെട്ടി സകലതും മറന്ന് നിന്റെ ഒപ്പം മാത്രം ഇരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത്. അത്രയും ഞാനിന്ന് നിന്നിൽ അഡിക്റ്റാണ് ധാത്രി. നിന്നെ മറന്നോ, നിന്നിൽ നിന്ന് ദൂരെയോ ഇനി എനിക്കത് സാധിക്കുമെന്ന് തോന്നുന്നില്ലടി. എന്നിട്ടാണോ എന്നെ ഒറ്റയ്ക്കാക്കിയത്? സങ്കടം കൊണ്ട് വിതുമ്പുമ്പോ പോലും അവന്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചും നഖം കൊണ്ട് അവന്റെ ശരീരമാകെ പോറിയും അവളുടെ ദേഷ്യം അവനെ കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ നൽകുന്ന ഓരോ വേദനയും അത്രയും അമൃതായവൻ കണ്ണടച്ച് സ്വീകരിക്കും പോലെ അവനെ അവൾക്കായി വിട്ടുകൊടുത്തു. കടിച്ചും നുള്ളിയും പിച്ചിയും അവളുടെ ദേഷ്യം അടങ്ങും വരെ വംശി ഒന്ന് എതിർക്കാൻ പോലും നിന്നില്ല. തീർന്നോ എന്റെ പെണ്ണിന്റെ ദേഷ്യം? അവളുടെ കവിളിലൊന്ന് മെല്ലെ കടിച്ചവൻ അവളിട്ടിരുന്ന ടീഷർട്ട് മെല്ലെ ഊരിക്കൊണ്ടായിരുന്നു ആ ചോദിച്ചത്. പെണ്ണിന്റെ മുഖം ചുളുങ്ങി. വിഷമിക്കേണ്ട, ഇനി നിന്റെ വിച്ചേട്ടൻ നിന്നെ വിട്ടിട്ട് എവിടെയും പോകില്ല. അഥവാ പോകുന്നുണ്ടെങ്കിൽ പോലും എന്റെ ഒപ്പം നീയുണ്ടാവും. അവളുടെ ചുരിദാറിന്റെ ടോപ്പ് കൂടി മെല്ലെ ഊരിക്കൊണ്ടവൻ പറയുകയും പെണ്ണിന്റെ കണ്ണിൽ പിന്നെയും സംശയം ആയിരമായി. എനിക്കറിയാം നീ ഒരു ചെറിയ കുട്ടിയാണെന്ന്. പഠിത്തം കഴിയും വരെ കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ അതിനു മുന്നേ ഒരു എൻഗേജ്മെന്റ് എങ്കിലും നടത്തി നീ എന്റെയാണെന്ന് എനിക്ക് ഒഫീഷ്യലാക്കണം. അത് കേട്ടതും പെണ്ണ് ഞെട്ടിപ്പോയി. എന്തേ? ഞെട്ടിക്കൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കുന്നവളുടെ മിഴികളിൽ നിന്ന് കണ്ണു മാറ്റാതെ തന്നെ അവൻ അവളെ മെല്ലെ ഒരു കാവ്യരൂപം പോലെ തന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. AC-യിൽ അവൾ നന്നായി വിറച്ചു. ഇനി ഞാൻ എവിടെ പോയാലും നിന്നെ എന്റെ ഒപ്പം കൂട്ടാൻ നിന്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു ഉടുമ്പടി ഒപ്പിട്ട് വാങ്ങുന്നത് നല്ലതാണ്. അല്ലെങ്കിലേ ഇനിയൊന്നും നടക്കില്ല. ഒരു കണ്ണിറുക്കിക്കൊണ്ടുള്ള വംശിയുടെ ചിരലിൽ പെണ്ണ് ഞെട്ടുന്നതിന് മുന്നേ തന്നെ അവളിലേക്ക് അവന്റെ പൂർണ്ണ ഭാരവുമായി വംശി കട്ടിലേക്ക് ചാഞ്ഞിരുന്നു പോയി. വിച്ചേട്ടാ! അവന്റെ ഭ്രാന്തമായ ആവേശത്തിനു മുന്നിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവള് വീണുലഞ്ഞു. പോയ ദിവസങ്ങൾ തീർത്ത ഒറ്റപ്പെടലും സങ്കടവും വിഷമങ്ങളുമൊക്കെ അവനെ എത്രത്തോളം ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു എന്നറിയണമെങ്കിൽ അവളുടെ ശരീരത്തിൽ നിഴലിച്ച പാടുകൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അവന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലും അവന്റെ സന്തോഷത്തിനായി തന്നെ വിട്ടു നൽകി അവൾ അവനെ കൂടുതൽ അണച്ചുപിടിച്ചു. പുലരുവോളം എത്ര തവണയെന്നറിയാതെ അവസാനം ഏതോ ഒരു നിമിഷം അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ക്ഷീണം കൊണ്ട് ആകെ തളർന്നിട്ടുണ്ടെങ്കിലും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അത്രയും അവനു വേണ്ടി മാത്രമാണെന്ന് ആ നിമിഷം വംശിക്ക് പൂർണ്ണമായും തോന്നി. ആ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അവന്റെ പ്രണയം പാരമ്യത്തിലെത്തിയതും ഒന്ന് വിറച്ചുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഞാൻ വല്ലാതെ നോവിച്ചു ഇല്ലേ? മുഖമുയർത്താതെ പറഞ്ഞ ഏറ്റുപറച്ചിലിൽ കേട്ടവൾക്ക് ചിരിയാണ് സത്യം പറഞ്ഞാൽ വന്നത്. തീർന്നോ ദേഷ്യവും വാശി സങ്കടമൊക്കെ? അവന്റെ അഴിഞ്ഞു കിടന്ന മുടിയിഴകളിലൂടെ വെറുതെ വിരലോടിച്ച് അവളത് ചോദിക്കുമ്പോൾ അത്രയും മനോഹരമായൊരു പുഞ്ചിരിയായിരുന്നു വംശിയിൽ ആ നേരം. സത്യമായിരുന്നു, അവളില്ലായ്മ തീർത്ത ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ തന്നെയാണ് നോവുകളായി അവളുടെ ശരീരമാകെ പടർന്നു കിടക്കുന്നത്. പക്ഷെ അപ്പോഴും ആ കൈകൾ തന്നെ പുണർന്നു തന്നെയാണ്. ആ ശരീരം ഇപ്പോഴും തുടിക്കുന്നത് തന്റെ ഒരു സ്പർശത്തിലാണ്. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ആ നിമിഷം അവനിൽ. അല്പനേരം കൂടി അവളോട് ഒട്ടിക്കിടന്നവൻ ചരിഞ്ഞു കിടന്ന് അവളെ എടുത്ത് നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. നീ എങ്ങനെ ഇവിടെ? ഇപ്പോഴാണോ തിരക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അവളുടെ കണ്ണുകൾ മുകളിലേക്ക് പോയി. അത് പിന്നെ നിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് വേറൊന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ലടി, അത്രയ്ക്കും ആക്രാന്തമായി പോയി. അവനിൽ ആദ്യമായി കാണുന്ന ചമ്മലിൽ കണ്ണു വിടർത്തി നോക്കി പെണ്ണ് അവനെ തന്നെ നോക്കി നിന്നു. വാശി കാണിച്ച് എവിടെയെങ്കിലും പോയാൽ പിന്നെ വിളിക്കില്ലല്ലോ. ഒട്ടും പറ്റാതെ വന്നപ്പോൾ 2 ദിവസമായി ഇവിടെയായി കിടത്താം. അപ്പോ അവരെല്ലാം എഴുന്നേൽക്കും മുന്നേ പോയി അടുക്കളയിൽ കയറും. ശബ്ദം വല്ലാതെ നേർത്തുപോയി അവളുടെ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഊണും ഉറക്കവും ഒഴിഞ്ഞ് പ്രോജക്റ്റ് ചെയ്തതിന്റെ.
ആണ് നമുക്കിപ്പോൾ ഇതെല്ലാം ഫൈനലായിരിക്കുന്നത്. മിസ്റ്റർ പരമേശ്വരന്റെ മുന്നിൽ ഇനിയൊരു തോൽവി കൂടി എനിക്ക് വയ്യായിരുന്നു. അവന്റെ മുഖം മുറുകി. മിസ്റ്റർ പരമേശ്വരനോ? കണ്ണും മിഴിച്ചുള്ള പെണ്ണിന്റെ ചോദ്യത്തിൽ അവളെ ഇത്തിരി കൂടി പൊക്കി കിടത്തി ആ ചുണ്ടിൽ വെറുതെ ഒന്ന് മുത്തി മാറിയവൻ. അച്ഛനല്ലേ വിച്ചേട്ടാ? ആ, സർട്ടിഫിക്കറ്റിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ആയിരിക്കും. വല്ലാത്തൊരു പുച്ഛമുണ്ടായിരുന്നു അവന്റെ ശബ്ദത്തിൽ. അത് മനസ്സിലായത് കൊണ്ട് തന്നെ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അവൾ. വിച്ചേട്ടനെയും വലിയ സാറിനെയും അങ്ങനെ ഒരുമിച്ച് അടുത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ദേവമ്മയ്ക്കൊപ്പം കാണുമ്പോഴെല്ലാം അമ്മയുടെ നിറഞ്ഞ കണ്ണുകളാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന് കൂടുതൽ ആലങ്കാരികതയൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോ എന്റെ രാവണന് പ്രോജക്റ്റ് കിട്ടിയല്ലേ? ആ മൂക്കിൻ തുമ്പിൽ പിടിച്ചവൾ ഒന്ന് കൊഞ്ചിയതും അവന്റെ മുഖം മാറി. അതേ കിട്ടി. പക്ഷെ ഇനിയും ഉണ്ട് കുറച്ച് നൂലാമലകൾ. ഏ, അപ്പൊ വീണ്ടും ബാംഗ്ലൂർക്ക് പോകേണ്ടി വരുമോ? അവൾ വെപ്രാളത്തിൽ അവനിൽ നിന്നും എഴുന്നേറ്റു. ഇല്ലടി, ഇനിയുള്ള കാര്യങ്ങൾ എറണാകുളത്ത് വെച്ചാണ്. പോയാലും രാത്രിയിൽ ഞാൻ ഇതുപോലെ ഇങ്ങി വന്നോളാം. എന്റെ പൊന്ന് എന്നെ കാത്തിവിടെ ഉണ്ടായാൽ മതി. അവളുടെ കവിളിലൂടെ മെല്ലെയൊന്ന് തഴുകി അവൻ മുഖം കുനിച്ചതും പെണ്ണ് അവനെ തള്ളി നീക്കി. മതി, ഞാൻ കുഴഞ്ഞു. ഇങ്ങനുണ്ടോ കൊതി? തന്നെ തള്ളി മാറ്റിയുള്ള അവളുടെ കുറുമ്പ് കണ്ടതും വംശി ഒരിക്കൽ കൂടി അവളുടെ മേലേക്ക് നന്നായി ചാഞ്ഞു. ഷോ, അമ്മമ്മ എങ്ങാനും അടുക്കളയിലേക്ക് വന്നാൽ തീർന്നു കേട്ടോ. എന്റെ നല്ല വിച്ചയനല്ലേ, എന്റെ പൊന്നല്ലേ. ദൈവത്തെ ഓർത്ത് ഇവിടെ നിറങ്ങി ഹാളിൽ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കോ? രാവിലെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഒപ്പം വന്നതാണ് ചെറുക്കൻ. എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും അവളെ ഇടം വലം തിരിക്കാതെ ഒട്ടി നിന്നാണ് കുരുത്തക്കേടുകൾ മുഴുവനും. കഴിഞ്ഞ 2 ദിവസമായി അവൾ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാവരും ഒരു ഇത്തിരിയും കൂടി കഴിയും എഴുന്നേൽക്കാൻ. പക്ഷെ എത്രയൊക്കെ താമസിച്ചാലും 5 മണിയായാൽ എല്ലാവരും അടുക്കളയിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അവളെ വട്ടം പിടിച്ചു നിന്നല്ലാതെ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അയ്യോ, കഷ്ടം കിട്ടും. പെണ്ണ് ഒരിത്തിരി തിരിഞ്ഞു നിന്നതും അവൻ അവളുടെ കവിളിൽ അമർത്തി കിടിച്ചു. കിട്ടും, കിട്ടണമല്ലോ. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എന്റെ അടുത്ത് കിടന്നുറങ്ങാതെ ഈ അടുക്കളയിൽ വന്ന് നിൽക്കുന്ന നിനക്ക് കഷ്ടം മാത്രമല്ലടി, വേറെ പലതും കിട്ടും. ശരിക്കുള്ള എന്റെ സ്വഭാവം എടുത്താൽ നീ അവിടെ മുറിയിൽ കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ വേണ്ട, ഇങ്ങനെ മതി. അപ്പൊ പിന്നെ നാളെ വെളുപ്പിന് എന്റെ ചൂടിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് തോന്നും മുന്നേ തന്നെ മോൾക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് ഓർമ്മ വരും. വരണമല്ലോ. അതുകൊണ്ട് മാത്രമാണിപ്പോൾ ഇങ്ങനെ. ഒന്നും കൂടി അവളുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കെട്ടിവെച്ചിരുന്ന തോർത്തിനുള്ളിൽ നിന്നും പുറത്തു ചാടിയ മുടിയിഴകളെയും ചുണ്ടാൽ വകഞ്ഞു മാറ്റി അവൻ അവിടെ അമർത്തി ഒന്നുകൂടി കടിച്ചു മുത്തി. ഓവ്, ഇന്ന് ഞാൻ വന്ന് കിടക്കാം. നോക്കിക്കോ, എന്ത് വന്നാലും ഞാൻ വന്ന് കിടക്കില്ല. അവനോട് വാശി കാണിച്ച് പെണ്ണ് തോള് വെട്ടിച്ചെങ്കിലും ആ പിടിയിൽ നിന്നൊന്ന് അയയാൻ കഴിയാതെ അവൾ വീണ്ടും അവനോട് അരിശം കാണിച്ചു. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള എല്ലാ രാവും പകലും ഒക്കെ നീ എന്റെ കൂടെ മാത്രമായിരിക്കും. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് വാശി കാണിക്കാനാണ് പൊന്നുമോളുടെ വിചാരമെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ചോദിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ പല്ലുകൾ കുറച്ചു മുന്നേ അവളെ മുത്തി ചുവപ്പിച്ചതിനെ വീണ്ടും ചുവപ്പിച്ചു. ഇത്തവണ അല്പം വേദനിപ്പിച്ചുകൊണ്ട്. സുഖമുള്ള ആ ഒരു നോവിൽ പെണ്ണൊന്ന് പെരുവിരലിൽ ഉയർന്നതും അവൻ അവളെ തിരിച്ചു നിർത്തി ഇറുക്കി പുണർന്നു. ഇതേ സമയം മുന്നിൽ കണ്ട കാഴ്ചയിൽ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന പരമേശ്വരനെ അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ കണ്ടിരുന്നില്ല. അപ്പോ എന്റെ കൂട്ടുകാർക്ക് ഈ പാട്ടിന്റെ അടുത്ത ഭാഗം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.